ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും 25 ഫ്രെയിംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. എപ്സന്റെ ഒരു പ്രിന്റർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്ത് അത് എങ്ങനത്തെ പ്രിന്ററാണ്, എന്താണ് അതിൻ്റെ സവിശേഷതകളെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ എപ്സന്റെ പുതിയ പ്രിന്റർ അൺബോക്സ് ചെയ്യാം. L805 എന്നാണ് പ്രിന്ററിന്റെ പേര്. ഇതിൽ സ്കാനറോ മറ്റ് കോപ്പി അങ്ങനെയുള്ള ഒരു സംഭവങ്ങളില്ല, ജസ്റ്റ് പ്രിൻ്റർ മാത്രമാണ്. ഫോട്ടോ ക്വാളിറ്റി പ്രിൻ്റർ, ഫോട്ടോയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ടുള്ള പ്രിൻ്ററാണ്. ഈ സെയിം പ്രിൻ്ററിൽ തന്നെയാണ് നമ്മുടെ കപ്പ് പ്രിൻറ്റിങ്, ട്രോഫി, ടീഷർട്ട് അങ്ങനെയുള്ള പ്രിൻറ്റിങ് എല്ലാം ചെയ്യുന്നത് ഈ സെയിം പ്രിൻ്ററിലാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബോക്സ് ഓപ്പൺ ആക്കി ഇതിനുള്ളിൽ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത് നോക്കാം. ഇതിൽ CD പ്രിൻറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു അഡാപ്റ്റർ കിട്ടുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് അത് നോക്കാം. പിന്നെ ഇതിൽ തന്നിരിക്കുന്നത് ഒരു 6 കളർ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എത്ര ml ആണെന്ന് അറിയത്തില്ല, അതും നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് എല്ലാ പ്രിൻ്ററിലും കിട്ടുന്നത് പോലെ CD-യും മറ്റ് മാനുവൽസും ഒരു കേബിള് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. ചില പ്രിൻ്ററിൽ നമുക്ക് ഇതിൻ്റെ ഡേറ്റ കേബിള് കിട്ടാറില്ല. അപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് ഒരു എബവ് ആവറേജ് പ്രിൻ്റർ ആയതുകൊണ്ട് തന്നെ അതിനുള്ളിൽ നമുക്ക് കേബിൾസ് എല്ലാം തന്നിട്ടുണ്ട്. നമുക്ക് 6 കളർ യൂസ് ചെയ്യുന്ന പ്രിൻ്ററാണിത്. ഒരു ബ്ലാക്കും പിന്നെ ബാക്കിയുള്ള കളറിൻ്റെ വേരിയേഷനുള്ള, അതായത് മജന്ത, ലൈറ്റ് മജന്ത. അപ്പോൾ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഫോട്ടോ ക്വാളിറ്റിയിൽ നല്ല വ്യത്യാസം വരും. നേരത്തെ വന്നുകൊണ്ടിരുന്ന പ്രിൻ്ററിൽ 4 കളറാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതാണ് നമ്മുടെ L805 എന്ന് പറയുന്ന പ്രിൻ്റർ. ഇതിൻ്റെ ഔട്ട് സൈഡ് ഒട്ടിച്ചിരിക്കുന്ന പ്രൊട്ടക്ഷൻ കവറെല്ലാം നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. ഇങ്ക് ടാങ്ക് എന്ന് പറയുന്ന പോർഷൻ ഇതാണ്. ഇതിൻ്റെ കവർ പൊട്ടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഓരോ സ്റ്റിക്കറും അതിൽ ലോക്ക് ചെയ്ത പോലെയാണ്, ഓരോ പാർട്സിനെയും ലോക്ക് ചെയ്ത പോലെയാണ് കവർ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കവർ ഇളക്കിയെടുക്കുമ്പോൾ അത് വളരെ സൂക്ഷിച്ച് വേണം ഇളക്കിയെടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ ഓരോ സ്റ്റിക്കറും വളരെ സൂക്ഷിച്ച് ഇളക്കിയെടുക്കണം, എങ്കിൽ മാത്രമേ നമുക്കത് ഓപ്പൺ ആക്കി അത് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിന് വരുന്നത് 6 ഇങ്കാണ്. ഒരു ഇങ്കിന് വരുന്ന പ്രൈസ് 620 ആണ് ഇപ്പോഴത്തെ ഒരു റേറ്റ്. 590, 620 ആണ് ഇങ്കിൻ്റെ വില. മെഷീന് ഒരു 1 ഇയറാണ് വാറണ്ടി വരുന്നത്. 1 ഇയർ വാറണ്ടി വരുന്ന കൂട്ടത്തിൽ അവർ കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. അവർ ഇങ്ക് ലെവല്, ഒരു ലാസ്റ്റ് ലെവല് കാണിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ താഴെ പോയതിന് ശേഷം ഇങ്ക് കുറവായത് കാരണം ഹെഡിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറ്റിയാലോ, മോട്ടറിന് ചെയ്യുന്ന പമ്പിന് കംപ്ലൈൻറ്റ് പറ്റിയാലോ വാറണ്ടി കിട്ടത്തില്ല. അപ്പോൾ അതിന് ആ മാർക്കിന് താഴെ പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ കാട്രിഡ്ജ് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഏകദേശം എല്ലാ സ്റ്റിക്കറും നമ്മൾ ഇളക്കിയിട്ടുണ്ട്. ഇതാണ് കാട്രിഡ്ജ് ഫില്ല് ചെയ്യുന്ന ടാങ്കുകൾ ഇരിക്കുന്ന ഇവിടെയാണ്. അതിൽ ഓരോ ടാങ്കിൻ്റെയും നേർക്ക് അതിൻ്റെ കളറ് നോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കാരണവശാലും കളർ ചേഞ്ച് വരാൻ, കളർ മാറിപ്പോകാൻ പാടില്ല. അത് എപ്പോൾ തന്നെ ഉപയോഗിച്ചാലും അതിൻ്റെ വ്യക്തമായി കളർ നോക്കിയതിന് ശേഷം മാത്രം ഫില്ല് ചെയ്യുക. കളർ മാറിപ്പോയാൽ ഹെഡ് കംപ്ലൈൻ്റ് ആവും, പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഹെഡ് മാറ്റേണ്ടി വരും, ചിലപ്പോൾ പമ്പ് മാറ്റേണ്ടി വരും, രണ്ടും മാറ്റേണ്ടി വരും. അപ്പോൾ കളർ മാറിയാൽ വളരെ പ്രോബ്ലമാണ്, വാറണ്ടി കിട്ടത്തില്ല. അതുപോലെ തന്നെ ഫോട്ടോ പ്രിൻറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഇങ്ക് യൂസ് ചെയ്തതിന് ശേഷം കപ്പ് പ്രിൻറ്റിങ് പോലുള്ള ഇങ്ക് കാട്രിഡ്ജുകൾ ഇതിൽ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ ഇളക്കി കളയേണ്ട കാര്യമില്ല. എനിക്കതൊരു ഭംഗിക്കുറവായെന്ന് തോന്നിയതുകൊണ്ട് ഞാനത് ഇളക്കി കളയുകയാണ്. പക്ഷേ ഇതിനുള്ളിൽ കുറച്ച് സ്റ്റിക്കറുണ്ട്. ഇത് ഹെഡ് മൂവ് ആവാതിരിക്കാൻ വേണ്ടി ലോക്ക് ചെയ്തിരിക്കുന്ന സ്റ്റിക്കറാണ്, അതുകൂടി ഇളക്കി കളയണം. ഈ ഒരു പ്രിൻ്ററിൽ നമുക്ക് മീഡിയാസ് യൂസ് ചെയ്യാൻ പറ്റുന്നത് നോർമൽ പേപ്പർ യൂസ് ചെയ്യാം, ബോണ്ട് പേപ്പർ, ഫോട്ടോ പേപ്പറാണ് മെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അവർ നോർമൽ ക്വാളിറ്റി ATGS പേപ്പർ യൂസ് ചെയ്യുമ്പോൾ അത് ഡോക്യുമെൻറ്റിൽ ഇട്ട് തന്നെ യൂസ് ചെയ്യണം. അത് കൂടുതൽ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഇതിൻ്റെ ഹെഡിന് ബെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. പിന്നെ CD പ്രിൻറ്റിങ് ചെയ്യാം, PVC കാർഡ് ചെയ്യാം, സിന്തറ്റിക് പേപ്പറിൽ ചെയ്യാം, അങ്ങനെ ഒരുപാട് മീഡിയാസ് യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഒരു വീഡിയോ പ്രത്യേകമായിട്ട് ചെയ്യാം. ഇതിൽ മറ്റൊരു ഓപ്ഷൻ ഉള്ളത് വൈഫൈ യൂസ് ചെയ്ത് നമുക്ക് ഇതിൽ ഡയറക്റ്റ് പ്രിൻ്റ് അടിക്കാം. ഇതേ ടെക്നോളജിയിൽ തന്നെയാണ് കനോണിൻ്റെ 8400 അങ്ങനെ ഒരു പ്രിൻ്റർ വർക്കാവുന്നത്. അത് നേരത്തെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ ഏകദേശം ഒരു 12 കളറാണ് യൂസ് ചെയ്യുന്നത്. ഹൈ ക്വാളിറ്റി പ്രിൻ്റാണ്, 44 ഇഞ്ചാണ് അതിൻ്റെ
സൈസ് വരുന്നത്. 44 ഇഞ്ച് റോൾ പേപ്പർ യൂസ് ചെയ്താണ്, റോൾ പേപ്പറും കട്ട് പേപ്പറും യൂസ് ചെയ്താണ് അതിൽ വർക്ക് ചെയ്യുന്നത്. സെയിം ടെക്നോളജിയാണ്. പിന്നെ ഇതിൽ തന്നിട്ടുള്ളത് നമുക്കൊരു CD പ്രിൻറ്റിങ്ങിനായിട്ട് ഇതിൻ്റെ കൂടെ ഒരു അഡാപ്റ്റർ തന്നിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇതിൻ്റെ കാട്രിഡ്ജ് അതിൽ ഫില്ല് ചെയ്യണം. കാട്രിഡ്ജ് ഫില്ല് ചെയ്യുന്ന സമയത്ത് കാട്രിഡ്ജ് കളറ് തമ്മിൽ മാറിപ്പോവാതെ വേണം ടാങ്കിൽ ഫില്ല് ചെയ്യാൻ, അല്ലെങ്കിൽ കറക്റ്റ് കളർ നമുക്ക് കിട്ടത്തില്ല പ്രിൻ്റ് ചെയ്യുമ്പോൾ. പിന്നെ വേണ്ടത് ഇതിൽ 673 ഈ പ്രിൻ്ററിൽ ഒഴിക്കുന്ന കാട്രിഡ്ജിൻ്റെ നമ്പർ. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ കാട്രിഡ്ജ് ഓരോന്നായിട്ട് ഫില്ല് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ആദ്യം ഫില്ല് ചെയ്യാൻ പോകുന്നത് സിയാനാണ്. സിയാൻ അതിൻ്റെ കവർ പൊട്ടിച്ചതിന് ശേഷം കവറ് നല്ല സേഫ്റ്റി ആയിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു കാരണവശാലും തേർഡ് പാർട്ടി കാട്രിഡ്ജ് യൂസ് ചെയ്യരുത്. അപ്പോൾ ഇതിൽ ഇതുപോലെ നല്ല സീൽ ചെയ്തിട്ടുണ്ട്, അത് ഇളക്കി കളയുക. ഈ ക്യാപ്പ് യൂസ് ചെയ്യുക. അതിനുശേഷം 673 സിയാൻ കറക്റ്റായിട്ട് നമ്പരും കളറും നോക്കിയതിന് ശേഷം ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഇതിൻ്റെ കാട്രിഡ്ജ് എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്യാപ്പ് എല്ലാം റബ്ബർ ക്യാപ്പാണ്. അപ്പോൾ റബ്ബർ ക്യാപ്പ് എല്ലാം കറക്റ്റായിട്ട് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് ആ പ്രിൻ്ററിൻ്റെ ഗ്രൂവിലേക്ക് ഇത് ജസ്റ്റ് ഒന്ന് വെച്ചാൽ മാത്രം മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡേറ്റ കേബിളും പവർ കേബിളും കണക്ട് ചെയ്യാം. അപ്പോൾ A4 പ്രിൻ്റ് ചെയ്യാൻ പറ്റുന്ന, A4 സൈസിൽ പ്രിൻ്റ് ചെയ്യാൻ പറ്റുന്ന, ഹൈ ക്വാളിറ്റി ഫോട്ടോ പ്രിൻ്റ് ചെയ്യാൻ പറ്റുന്ന പ്രിൻ്ററാണ് 805. ഇതിൽ ബോർഡർലെസ് പ്രിൻ്റ് ചെയ്യാം A4 സൈസ് വരെ. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ പ്രിൻ്റ് ചെയ്യാം. CD പ്രിൻറ്റിങ്, CDയുടെ പുറം ഭാഗത്തുള്ള പിക്ചേഴ്സ് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. PVC കാർഡ് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. സിന്തറ്റിക് പേപ്പറിൽ നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ കഴിയും. അതുപോലെയുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ വളരെ നല്ല ഒരു പ്രിൻ്ററാണ്. പ്രിൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു.